പറയാ അല്ല ഞാൻ 6 ദിവസമായിട്ട് വന്നിട്ട് എനിക്ക് ലൈവ് എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയാ. അതുകൊണ്ട് ഞാൻ ഒരു കൺഫ്യൂഷൻ അല്ലേ ഒരു കൺഫ്യൂഷൻ അതാണ്. ഒരു മൂകതല്ല അത് 2 ദിവസം ചെയ്യണം. അത് 2 ദിവസം ചെയ്യുമ്പോ ശരിയാവും അത്. ആണല്ലേ? നമുക്കൊരു നാളെ ഇനി ഒന്ന് ക്യാമറ ഓൺ ആക്കി ഡാൻസ് കളിച്ചു. ഒരു ഡാൻസ് നിങ്ങൾ ചെയ്തോ. ഒരു കഥ പറ. മൊറോക്ക പോയിട്ട് കഥ പറ. എന്നോട് പറ. ഇല്ല നിങ്ങൾ ചെയ്തോ. ഞാൻ ഒരു ഇങ്ങനെ വിറ്റോണ്ടിരിക്കും എനിക്ക്. എന്ത് ട്രേഡിങ്ങാ? ഇല്ല ട്രേഡിങ് വിറ്റാണോ? ആര് വിൽക്കുമെന്ന് അല്ല ഞാൻ വിറ്റോണ്ടിരിക്കാണ്. നോക്കട്ടെ എന്താ വിൽക്കണേ. എല്ലാരും ഇരിക്കട്ടെ. അഴുക്ക സ്വഭാവമാണോടാ അവന്റെ. ഞാനല്ലേടാ ഇത്. ലൈവ് ഇത്. നീ എവിടെ ഇതില്? നീ എവിടെ? എല്ലാരും ഇരിക്കട്ടെ. എനിക്ക് ഇന്ന് ലൈവ് ചെയ്യാൻ പേടിയാ. ഞാൻ നിങ്ങളല്ല ലൈവ് ഗോകുവിന്റെ ലൈവിലുള്ള എല്ലാവർക്കും ലൈവ് ഇതൊക്കെ എന്ത് ഇതൊക്കെ വെട്ടിയെടുത്ത് അവനെ കൊണ്ടുവച്ച്. ഗോകു മറ്റേ ലൈവ് മറ്റേ വീഡിയോ കാണിച്ചോണേ ഗോകു ലൈവില് എല്ലാവർക്കും. എന്തിന്? മറ്റേ ഡാൻസ് ഗോകുവിന്റെ ഡാൻസിന് സംഭവം എന്ന് പറഞ്ഞാലേ അല്ലയാ ഞാൻ വീഡിയോ കാണിച്ചോട്ടെ. വെയിറ്റ് ഞാൻ വരട്ടെ. ഞാൻ വീഡിയോ കാണിച്ചേ. വെയിറ്റ്. ഇവിടെ വിടോ? അവിടെ എന്തൊരു കാണിക്കാൻ പറ്റും നോക്കട്ടെ. എന്തെങ്കിലും സ്ക്രീൻ കാണിക്കേ. നമ്മളെ ഡാൻസ് എനിക്ക് അയച്ചെന്നാണ്. അല്ല അതല്ല വേറെ ലൈവ് മ്യൂട്ടേ മാറ്റുന്നത് അതെ ഗോകുന്റെ സ്ക്രീൻ ലൈവ് മ്യൂട്ട് അല്ലേ? അതല്ലേ? അപ്പൊ സൗണ്ട് കേൾക്കൂലല്ലോ. അത് കുഴപ്പമില്ല. നീ പ്ലേ നോക്കാം. ഇപ്പൊ എന്റെ സൗണ്ട് ഉണ്ടോ? ഇത് നീ രായനെ മുറക്കെ കൊണ്ടുപോയാ? പിന്നെ ഇനി നമ്മളെ ഡാൻസ് സ്റ്റെപ്പ് നോക്കിയോ? ഡാൻസ് സ്റ്റെപ്പ് വിഷയമാണ്. വെള്ളാട്ട് പോക്കർ ഇത് അറബി. അവിടുത്തെ ട്രഡീഷൻ ആണ്, മനസ്സിലായില്ലേ? ഇനി അങ്ങേര് ഓരോ ഡാൻസ് കാണിച്ചിട്ട് നമ്മളെല്ലാം കളിക്ക് നോക്കണം. വെള്ളാട്ട് പോക്കർ കളിയാണ്. കുടുക്കോട്ടി പിന്നെ കുടുക്കും. ഈ കുടുക്കോട്ടി ആസാൻ റൂമിൽ കൊണ്ടുപോകും കേട്ടാ. അതാണ് പരിപാടി. കുടുക്കോട്ടി റൂമിൽ കൊണ്ടുപോണ പരിപാടി. എന്തോ കാണിക്കട്ടാ. അങ്ങനെ ഒരിക്കലും കളിക്കുന്നത് സ്റ്റെപ്പ് കിട്ട്. അങ്ങേക്ക് പോലും തലമർത്തയില്ല. തൊള്ളതായി. അയ്യോ വെള്ളാട്ട് പോക്കറിന്റെ അച്ഛൻ. ഇത് തൊപ്പിയല്ലേ ഇത്? തൊപ്പി ഒളിയിലായിരുന്നല്ലേ? ഒളിയിലായിരുന്നല്ലേ? നമ്മള് ഇതെന്ന് പറഞ്ഞാൽ നമ്മള് ഫുഡും ഡാൻസ് ഷോ അതൊക്കെ ഉള്ള സാധനമാണ് കേട്ടാ.
ഇതിന് അങ്ങോട്ട് പോകാൻ നിന്നപ്പോ ഒരു സാധനം കണ്ട് എന്തായിരുന്നോ എന്ത് എമു. ഒട്ടപ്പക്ഷി 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 ഇത് ഒട്ടപ്പക്ഷി അല്ലേ നോക്കൂ ഇത് ഒട്ടപക്ഷിയല്ലേ യമു ഇത്ര പൊക്കമില്ലല്ലോ യമുടാ ഇത് ഓസ്ട്രിച്ചാ. ഇത് ഒട്ടക പക്ഷി ഓസ്ട്രിച്ച് എന്തൊക്കെ അളിയാ. പറയുന്നു. ഇതിന്റെ സൈസ് ഉണ്ടല്ലോ എന്റെ പൊന്നെ ആറടി അളിയാ. അതുകൊണ്ടല്ലടാ അതിനെ ഒട്ടക പക്ഷി വിളിക്കുന്നേ. എത്ര അടി ഉണ്ട് 7 അടി ഉണ്ട് അത്. എടാ ഇത് എമോ അല്ല ഇത് ഓസ്ട്രിച്ചാ. ഇത് ഓസ്ട്രിച്ചാ. എമോന് ഇത്ര പൊക്കമില്ല എമു കുറച്ച് സൈസും ഇല്ല. വേറെ, ആ. ആ ഞാൻ അടുത്ത എന്റെ റൈഡ് ആണ് എന്റെ റൈഡ്. കിടക്കടാ അളിയ വ്ളോഗല്ലോ ചെയ്താ ഗോകു. അളിയാ വ്ളോഗ് ഒന്നും ചെയ്തില്ല. പിന്നെ എന്തിനാ അരി നിന്നെ പോലെ എനിക്ക് ആ കഴിവില്ല അളിയാ. ഇതാരളിയ ഇതേതാ പെണ്ണ് നോക്കൂല പുറയില് അത് അവന്റെ പെണ്ണ്. ഗോക്കുടെ അയാളിത് വരുന്നില്ല ഇവർക്ക്. ആ വാണ വരുന്നത് ആ വാണ മതി. എടാ, ഇത് ആ ഓക്കെ ഓക്കെ ഇപ്പൊ ഓക്കെ. എടാ, എടാ, ഒരു നിമിഷത്തിൽ എടാ, എടാ. എടാ അളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഈ സാധനം ഓട്ടിക്കേ. അളിയാ ഇതുണ്ടല്ലോ അളിയാ ഇതെന്ന് പറഞ്ഞാ അഡ്രിനാൽ റഷ് എന്നിട്ട് നീ പതുക്കെയാണല്ലോ പോണേ. എന്നിട്ട് നീ പതുക്കെയാണല്ലോ പോണേ. 20-ലാണല്ലോ പോണത്. എടാ അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചത്. ഇത് പിന്നെ വെള്ളത്തിൽ പിന്നെ ഞാൻ തിരിയണം. വെള്ളത്തിൽ ഫോർച്ചൽ കറക്റ്റ് അടിക്കണം. ഓടിക്കണം. ഇത് നീ ഒന്ന് ഓടിക്കണം അപ്പൊ നിനക്ക് മനസ്സിലാവും അതിന്റെ ഇത്. മറ്റേ ഡാൻസ് ഇല്ല 18+ അന്ന് കാണിക്കാൻ പറ്റില്ല. അത് ഗോകുനോട് അന്ന് കാണിക്കാൻ പറ്റില്ല. ഗോഡെക്സ് അതിലെ എന്ത് സ്റ്റോറി പ്ലേടാ നീ പറയുന്നേ. നിമ്മുന് മെസ്സേജ് അയക്കട്ടെ. ആ, അത്ര ഉണ്ട്, അത്ര ഉണ്ട്. നിക്ക് നിക്ക് ഒരു മിനിറ്റ്. അളിയാ ഇതുണ്ട് ടർഫുണ്ട് പോട്ടിരാവേ. അല്ലെ ടർഫ് ഉണ്ട് അളിയാ വാ പോട്ട് ഗോകു നമുക്ക് ടർഫ് ഉണ്ട് വാ അളി ഇന്ന് ടർഫ് ഉണ്ടോ ലൈനപ്പ് ഏബൽ അസൻസിയോ അലക്സ് ഡെസ്ട്രോ നീല് വില്ലു ഞാന് ബോബി ജുഗ്രു സാവേജ് നീലൻ മുച്ചിരി. അളിയൻ ടർഫിൽ ഇന്നത്തുണ്ടോ ലൈനപ്പിലുണ്ടോ ഇതിനെ പണ്ട് പറഞ്ഞത് എനിക്ക് ഈ ഇടയ്ക്കാണ് നടന്നത്. എനിക്കിപ്പോ ഇട്ടാലും ഫുൾ കോൺഫിഡൻസ് ആണ് മാച്ച് ആവും. അതാണ് ബ്രോ അതാണ് സാധനം. ഉണ്ടായിരുന്നോ അല്ല അതും അങ്ങനെ തന്നെ നോക്കട്ടെ അത് എവിടെയാണ്. വെയിറ്റ് എന്റെ സ്വിമ്മിങ് കാണണോ നിങ്ങൾക്ക്? സ്വിമ്മിങ് പിന്നെ ഞാൻ ഒരു നമ്മളെന്തായാലും എന്തായാലും കുറെ യൂറോപ്യൻ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമല്ലേ. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് പൂടയൊക്കെ പഠിച്ചു എന്നിട്ട് ഇപ്പൊ വളർന്നു വരുന്നുള്ളേ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ബോഡി കണ്ടിട്ട് ചിരിക്കല്ലേ പ്ലീസ്. ഇത് ഞാൻ എടുത്ത വീഡിയോ അല്ല. ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരും. വേറെ ഒന്നും നിങ്ങൾ നോക്കരുത് കേട്ടല്ലോ. അതുപോലെ 18 വയസ്സിന് മേളിലുള്ളവരൊക്കെ ഇപ്പോൾ തന്നെ പോകേണ്ടതാണ്. ദിസ് ഈസ് 80+ സ്ട്രീം. സോ എല്ലാവരും പോകേണ്ടതാണ് 18 വയസ്സിന് മേളിലുള്ളവർ. ഓക്കെ വെയിറ്റ് നിങ്ങൾ എന്നെ തന്നെ നോക്കണം. ഇവിടെ ഞാനുണ്ടല്ലോ ഇവിടെ എന്നെ തന്നെ നോക്കാവൂ. മനസ്സിലല്ലോ? ആ എന്നെ തന്നെ നോക്കൂ. എന്നെ മാത്രമേ നോക്കാവൂ കേട്ടല്ല. ഇത് ഒരു സ്വിമ്മിങ് എനിക്ക് എൻ്റെ സ്വിമ്മിങ് സ്കില്ല് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് എൻ്റെ കിടക്കാച്ചി സ്വിമ്മിങ് എവിടെ? എൻ്റെ സ്വിമ്മിങ് വീഡിയോ എവിടെ പോയി? ഇത് ആരും കളിയാക്കല്ലേ. ഇത് എനിക്ക് നേരെ നീന്താൻ അറിയാവൂ. എനിക്ക് തിരിഞ്ഞിങ്ങനെ നീന്താൻ എനിക്ക് അറിയത്തില്ല. മനസ്സിലായ? ഞാൻ അപ്പം 3ാമത്തെ ദിവസമാണ് ഞാൻ ഈ നീന്തൽ പഠിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്നെ കളിയാക്കരുത്. ഞാൻ കാണിക്കാൻ പോണാണ്, കളിയാക്കരുത്. ഓക്കെ നീങ്ങുന്നില്ല. നീങ്ങ ഇടയ്ക്കൊക്കെ നീങ്ങ വേണില്ലല്ലേ.
ഇത് സെക്സ് ഇല്ലേ ഞാൻ കാണാൻ? കടാ കൈ ഇങ്ങനെ വെച്ച് കിടക്കുന്നുണ്ടാ? ഞാൻ വിഷയടാ, വെള്ളത്തിന് വേറാണ് ഇങ്ങനെ കിടക്കുന്നത്. അവിടെ പൂച്ചാവാൻ പോയി. നിങ്ങളെന്റെ അല്ല ബോഡി നോക്കണ്ട, ബോഡിയൊക്കെ നമ്മൾ ഉടനെ സെറ്റ് ആകും, മനസ്സിലായോ? കൂടുതൽ ഉണ്ടാക്കല്ലേ നിന്റെയൊക്കെ. നീയൊക്കെ ആടാ ഇപ്പൊ മറ്റേ ഇതുണ്ടല്ലോ ഫോണൊക്കെ മറ്റില്ല വയർ നിന്റെയൊക്കെ ടേബിളിന്റെ മേളിൽ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടന്ന് കുലുങ്ങിയിരിക്കും നീയൊക്കെ, മനസ്സിലായ? എന്നെ കളിയാക്കല്ലേ? അത് കുറച്ചു എടാ എനിക്ക് എല്ലാവരും കളിയാക്കല്ലേ, എനിക്ക് തടിയുള്ളവരെ കളിയാക്കുക, എല്ലുംകൂരിയെ കളിയാക്കുക. കാരണം രണ്ടും ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആരെയാണെങ്കിലും കളിയാക്കാം. ഒരുത്തന് ബോഡി ഷെയിം എന്ന് പറഞ്ഞിട്ട് എടുത്തല്ലോ, രണ്ടും ഞാൻ ആയിട്ടുണ്ട്. നിക്ക് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. എൻ്റെ സ്റ്റോറി കണ്ടാന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായിക്കോയി. ബാക്കി വന്ന 2 പെണ്ണുങ്ങൾക്കും നമ്മൾ ടിപ്പ് കൊടുത്ത്, ഇവക്കും അത്ര ടിപ്പ് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ടിപ്പ് എങ്ങനെയാണെന്ന് കൊടുക്കുന്നത് വെച്ചാൽ ടിപ്പ് അവിടെ വെച്ച് കൊടുക്കണം, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടു കൊടുത്താൽ പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരത്തില്ല. എന്നെ അവിടെ ഒരു കുഴിയിൽ ഇങ്ങനെ കൊണ്ടങ്ങ് തള്ളി വെക്കും, മനസ്സിലായില്ലേ? അതുകൊണ്ട് ടർഫ് വന്നോ തുടങ്ങിയ ടർഫ് വന്ന് നമുക്ക് സ്പെക്ക് ചെയ്യാം. ഇപ്പം എത്ര മണിയായി? ടർഫായോ നോക്കട്ടെ. ടർഫ് തുടങ്ങിയില്ല. ടർഫ് തുടങ്ങുമ്പോൾ പോവാം. ഓക്കെ. ഞാൻ പറയുന്നത് കേട്ടോ ചിരിച്ചിട്ട്. എന്റെ കുടുംബം പോയി ചിരിച്ചു. ബാക്കി കൂടി കാണിക്ക്. ഞാൻ എടുത്ത വീഡിയോ എടാ വെയിറ്റ് ചെയ്. നിൻ്റെത് ഞാനേ കാണിക്കാൻ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചില്ല, അല്ലെങ്കിൽ നിൻ്റെത് കാണിക്കാൻ കുറച്ചുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് കാണിക്കാം. ഗൈസ് ഇവ ഒരു പേടിത്തൊണ്ടനാ ഗൈസ്. ആ പെണ്ണ് വന്ന് തലേ തുണിയിട്ടപ്പോ ഇവന്റെ അടുത്ത് നൈസായിട്ട് പറയാ നീ ഇനി പുറന്നിരിക്കാൻ. ഇവ ആ സീറ്റിലിരുന്ന് മുള്ളിയില്ലെന്നേ ഉള്ളൂ. ഭയങ്കര പേടിത്തോറിനവൻ. അത്